ഇന്നലെ പറഞ്ഞു ഷാജി പാപ്പനെ കൊണ്ടുവരുന്നു. ദാ ഷാജി പാപ്പനെ കൊണ്ടുവന്നു. ആരംഭിക്കലാങ്ങളാ. സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ട് റിട്ടേൺ ആൻഡ് ഡയറക്ടർ ബൈ മിഥുൻ മാനുവൽ തോമസ്. ആ കഴിഞ്ഞ പടം ടാറ്റ ഗുഡ് ബൈ ഖത്തം ഗയ. ആ അവസ്ഥയാണ് ഇതിൻ്റെ എൻഡിങ്. സത്യം പറയാലോ, ക്ലൈമാക്സ് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇങ്ങനെ ഒരു പോയിന്റിൽ വെച്ച് അവസാനിപ്പിച്ചാൽ പിന്നെ ആരെ സാറ്റിസ്ഫൈ ആവും? ചിരിച്ച് ഒരു വഴി എത്തി അടുത്ത എന്താ നമ്മൾ ആകാംക്ഷയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞു. ആ ഒരവസ്ഥ നിന്ന് ആരെങ്കിലും എന്താ പറയുക ഇത് അവസാനിക്കണം വിചാരിക്കുമോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും സാറ്റിസ്ഫൈ ആവോ അങ്ങനെ ഒരു എൻഡിങ്? ഈ സിനിമേൻ്റെ എൻഡിങ് അൺസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതാണ് ഈ സിനിമേൻ്റെ വിജയം. എല്ലാ ആക്ടേഴ്സിനെയും, ജയസൂര്യ ആയിക്കോട്ടെ, ധർമ്മജൻ ആയിക്കോട്ടെ, അജു വർഗീസ് ആയിക്കോട്ടെ, സൈജു കുറുപ്പ് ആയിക്കോട്ടെ, ആരെയും ഇന്ദ്രൻ ചക്കട ആരെയും ക്യാമറേൻ്റെ മുന്നേ കൊണ്ടുവന്നിട്ട് ഇത് ആടിന് വേണ്ടിയുള്ള ഷൂട്ടിംഗ് പറഞ്ഞാൽ അവർ ആ കഥാപാത്രമായിട്ട് മാറും. അവർ 2017 ആട് 2 3 1 എങ്ങനെയാണ് അവർ അഭിനയിച്ചത് അതേ ലാഘവത്തോടെ ആ കഥാപാത്രങ്ങളെ നമ്മളെ മുന്നിൽ എത്തിക്കും. സത്യം പറയാലോ, മനസ്സിനൊരു വേറെ തന്നെ ഒരു അനുഭൂതിയായിരുന്നു. നമ്മൾ അറക്കൽ അബുവിനെയും ഷാജി പാപ്പനെയും സാത്താൻ സേവ്യറിനെയും ക്യാപ്റ്റൻ ഗ്ലീറ്റസിനെയും പി ശശിനെയും സർബൽ ഷമീറിനെയും ഇവരൊക്കെ വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോൾ വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. അതും അതേ പവറിൽ ഒരു മാറ്റവും ഇല്ലാതെ അതേ രീതിയിൽ കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. അത് ഇതിലെ കാസ്റ്റിനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ എത്രത്തോളം ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും എത്രത്തോളം കഴിവുള്ളവരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവരെ കുറിച്ച് എടുത്ത് പറയുന്നില്ല. എല്ലാവരും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. കോമഡി ആയിക്കോട്ടെ, എല്ലാം കോമഡി ആണെങ്കിലും മെയിൻ ഈ സിനിമേൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൽ കരയിപ്പിക്കുന്ന ഇമോഷണൽ എന്ന് പറഞ്ഞ സാധനമല്ല. നോ ലോജിക് ഓൺലി മാനസ്. ഡിസംബറിലൊരു ജനപ്രിയ പടം വന്നിട്ടുണ്ടായിരുന്നു ഈ ടാഗ് ലൈന് വേണ്ടി, നോ ലോജിക് ഓൺലി മാനസ്. അത് ആ ടാഗ് ലൈനായിട്ട് ഒട്ടും ബന്ധമില്ലാത്തൊരു പടമായിരുന്നു. പടം ഞാൻ പുറത്ത് പറയാം, ബബ്ബ ഒരു ലോജിക്കും ഇല്ലാന്ന മാഡ്നസ്സും അല്ല, അങ്ങനത്തെ ഒരു പടം. പക്ഷേ ഇതാണ് കുറ്റം പറഞ്ഞല്ല, പക്ഷേ ഇതാണ് ട്രൂ നോ ലോജിക് ഓൺലി മാഡ്നസ്. സത്യം പറയാലോ, നമുക്കിഷ്ടപ്പെട്ട കുറച്ച് മണ്ടന്മാരുടെ കഥ, അതാണ് ഈ സിനിമ. മിഥുൻ മാനുവൽ തോമസ് ഇങ്ങനൊരു സംഭവം 5-ാം വാതിര അല്ല ഓസ്ലർ വരെയുള്ള ത്രില്ലറുകൾ എഴുതും. ഇതേമാതിരി ആട് മാതിരിയുള്ള ചിരിപ്പിക്കുന്ന നമുക്ക് മനസ്സിലിരുത്തുന്ന കഥാപാത്രങ്ങളെയും തരും. ഇദ്ദേഹം ഇതിൽ 2 ടൈം ലൈനാണ് ഈ സിനിമയിൽ, പഴയ ടൈം ലൈനും പുതിയ ടൈം ലൈനും. പുതിയ വെച്ചാൽ നമ്മളെ മണ്ടന്മാരുടെ ടൈം ലൈന്, പഴയതും മണ്ടന്മാർ തന്നെ. രാജാവാണെങ്കിലും മണ്ടൻ തന്നെ, അങ്ങനെയാണ് ഇതിൽ എഴുതിയുള്ളത്. നല്ല രീതിക്കായിരുന്നു. ആക്ടേഴ്സ് പഴയലോട്ട് വരുമ്പോൾ നല്ല രീതിക്കാണ് എഴുതിയുള്ളത്. പിന്നെ സ്ക്രിപ്റ്റ് വൈസ് രണ്ടും നമ്മുടെ ട്രാൻസിഷൻ പഴയത് അതിൻ്റെ പുതിയലോട്ട് പോകുന്നതും അതൊക്കെ നല്ല രീതിക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ടൈം ട്രാവൽ കോൺസെപ്റ്റ്, ഒരു ധൂളം അങ്ങനെ ഒരു കല്ല്, അതിനെ കുറച്ചൊക്കെ നല്ല രീതിക്ക് തന്നെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഫസ്റ്റ് ഹാഫ് ഇതിലൊരു സ്ലോ അല്ലെങ്കിൽ ലാഗായിട്ട് തോന്നാം. അത് ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഫുൾ ആൻഡ് ഫുൾ കോമഡി അല്ല, കോമഡിയാണ് മെയിൻ. പക്ഷേ കുറച്ച് സ്ഥലത്ത് എന്താ ഈ ടൈം ട്രാവലും മറ്റേ കോൺസെപ്റ്റൊക്കെ ഇവർക്ക് പറയണം. അതാണ് മെയിൻലി ഈ സിനിമേൻ്റെ ആട് 3ൻ്റെ ഈ പാർട്ട് 1ൻ്റെ ഈ മെയിൻ കോൺസെപ്റ്റ് വെച്ചാൽ എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയണം. എന്നിട്ട് ഇവർക്ക് ഈ മാഡ്നസ് അല്ലെങ്കിൽ ഭയങ്കരമുള്ള സംഭവം കാണിക്കാൻ പറ്റൂ. പക്ഷേ സാധാരണ സിനിമ മാതിരിയല്ല, കോമഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അവരിത് പറഞ്ഞിരുന്നത് നമുക്ക്. ഈ ടൈം ട്രാവൽ കോൺസെപ്റ്റ് കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ നല്ല പവർഫുള്ളാണ്. അലയ ബോൺ ഇതിൽ ലാറ കസാൻഡ്ര ക്യാരക്ടർ ചെയ്ത എന്താ പറയുക, ദേവതേൻ്റെ ഒച്ച. പക്ഷേ ചെയ്ത് കൂട്ടുന്നതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. അത് സിമ്പിളാണ്, പക്ഷെ നമുക്കൊരു വേറെ തന്നെ ഫീലാണ്. ഒരു 2 മാസ് സീൻസ് ഉണ്ട് ഈ ആക്ട്രസിന് നല്ല രീതിക്ക് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. സത്യം പറയാതെ നല്ല രീതിക്ക് ആ ക്യാരക്ടറിനെ അലയ ബോൺ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ബൈ ഷാൻ റഹ്മാൻ ആൻഡ് ഡോൺ വിൻസെൻറ്റ്. ഷാൻ റഹ്മാൻ നമ്മുടെ OG സ്കോർ, നമ്മുടെ ഷാജി പാപ്പൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും തീം ചെയ്ത, അതിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള മ്യൂസിക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത ഷാൻ റഹ്മാൻ. പക്ഷേ ഈ സിനിമയിൽ
ആ ബീജമിനൊക്കെ കുറച്ചുകൂടി വേറെ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലുള്ള ആൾ ഡോൺ വിൻസൻ, അതായത് പഴയ തീമിലും എന്താ പറയുക ആളുടേതായിട്ടുള്ളൊരു മാജിക് ആഡ് ചെയ്ത് പിന്നെ പുതിയ കുറേ പാസ്റ്റിലും ഒക്കെയുള്ള പുതിയ തീമൊക്കെ ആഡ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഡോൺ വിൻസെൻ്റ് ഇതിൽ ബീജം ചെയ്തിട്ടുള്ളത്. എന്നാതാൻ കേസോടൊക്കെ പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ബീജമാണ് പുള്ളീൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഷാ റഹ്മാൻ ഇതിലൊരു പാട്ടാണ് ചെയ്തത്. നമ്മൾ OG പാട്ടുണ്ട്, കൊടികേറണ പൂരമായി, അത് അദ്ദേഹം തന്നെയാണ്. പിന്നെ സുൽത്താൻ നല്ലതായിരുന്നു. ആളുടെ കംബാക്ക് തന്നെ പറയാം. ഷാ റഹ്മാൻ്റെ നല്ല ബീജിയം, അല്ല നല്ല പാട്ട്, നല്ല മ്യൂസിക്. സുൽത്താൻ നല്ല രസമുണ്ടായിരുന്നു. അതിൽ എല്ലാവരും പെർഫോമൻസ് നല്ലതായിരുന്നു. ഒരുപാടാണായിട്ട് നമ്മളെ മനസ്സിലിടം പിടിക്കുന്ന കഥാപാത്രം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയിൽ ഇയാളുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലെ കഥാപാത്രം ഒന്നും ചെയ്യാതെ കുറേ നേരം ഒളിവിൽ പോയ മാതിരി ഇരിക്കുന്ന ഒരാളാണ് ധർമ്മജൻ. അദ്ദേഹത്തിൻ്റെ കംബാക്കാണ് ശരിക്കും ഈ സിനിമ. ജയസൂര്യൻ്റെ കംബാക്കാണ്, അത് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ കംബാക്കാണ്. ധർമ്മജൻ പെർഫോമർ തിരിച്ചു എന്ന് തന്നെ പറയാം. ക്യാപ്റ്റൻ ക്ലീറ്റസ് ആയിട്ടും അതേപോലെ പഴയ രീതിയിൽ ആ ഒരു നായർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം നല്ല രീതിയിൽ 2 റോളും പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ജയസൂര്യ ഇതിലെല്ലാ കാസ്റ്റും 2 റോളും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ സിനിമയെ കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ടാവും. അതായത് ലാഗിയാണ്, അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അത് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്തത്. എനിക്ക് അഭിപ്രായം പറയുന്ന ആൾ എനിക്ക് അഭിപ്രായം പറഞ്ഞേ പറ്റൂ, അതിനാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഞാൻ ഈ സിനിമയെക്കുറിച്ച് അധികം പറയുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഈ സിനിമ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടി, അത് നിങ്ങൾക്കും കിട്ടണം. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല. പല സീനുകളെ കുറിച്ച് എനിക്ക് നല്ലോണം പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞാൽ അത് നിങ്ങളെ ആസ്വാദനത്തെ ബാധിക്കും. എന്തായാലും പോയി കാണാം. ആൾക്കാർ എന്തുകൊണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. സിനിമ നല്ല സിനിമയാണ്. ഇതിൻ്റെ കളക്ഷനും ഇതിന് വരുന്ന ഷോൻ്റെ തിരക്കും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണാം. എൻ്റെ അഭിപ്രായം ഇപ്പോൾ എനിക്ക് നല്ല അഭിപ്രായമാണ്, നിങ്ങൾക്ക് നല്ല അഭിപ്രായം ആയിരിക്കില്ല. പക്ഷേ അത് നിങ്ങളെ അഭിപ്രായം എന്താ നിങ്ങൾ കാണാൻ കണ്ടറിയണം. അപ്പോൾ നിങ്ങൾ കാണാം, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഷാജി പാപ്പൻ നമ്മളെ വേറെ തന്നെ ഒരു ട്രീറ്റ് തന്നെയായിരിക്കും ഈ സിനിമ തരാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സും അതേപോലെ ഇഷ്ടമുള്ള ആളുകളെ കൂട്ടി പോവുക. നിങ്ങൾ എന്താ പറയുക, അവരെ കൂടെ ചിരിച്ചാസ്വദിക്കുക. ഇപ്പോൾ എൻ്റെ മുന്നിൽ നിങ്ങളാണ്, ബാക്കിൽ കല്ലാണ്. കം ടു ഡാഡി. സുഖല.